പറയുന്നത് ഒരു അടിച്ചുപൊളിക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം, അത് ചിലവാക്കിയേ പറ്റൂ. എല്ലാ പൈസ ഉണ്ടാവും, പക്ഷെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടതിനേക്കാളും മുന്നേ തന്നെ അസറ്റ് മൊത്തം ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ മലയാളികൾ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് റിയൽ എസ്റ്റേറ്റ്, സ്വർണം, ഇത് രണ്ടാണല്ലോ നമ്മുടെ ഒരു കൺവെൻഷൻ മെത്തേഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം. പിന്നെ പൈസ നോട്ടായിട്ട് എവിടെയെങ്കിലും എടുത്തു വെക്കുക എന്നുള്ളതാണ്. പിന്നെ ബാങ്ക്, കുറി. അതെ, കുറി. ഞാൻ തൃശ്ശൂർകാരനാണ്. ടൗണല്ല, തൃശ്ശൂർ മൊത്തം ഗ്രാമങ്ങളിൽ തന്നെ ഓരോ ഗ്രാമത്തിലും 5-10 കുറി കമ്പനി. എന്റെ ഫാമിലി കുറി കമ്പനി. അതെ. അപ്പൊ കുറി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്തിരുന്നത്. ഇനി നമ്മൾ എന്തെങ്കിലും ആ സംഭവത്തിൽ നിന്ന് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുതുതായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഇങ്ങനെയുള്ള പല ഓപ്ഷൻസും എടുക്കുന്നുണ്ട്. അതായത് കുറച്ചും കൂടി റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതില്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോഴും നോക്കേണ്ട കാര്യത്തുള്ളൂ. ശരിക്കും കൺവെൻഷൻ മെത്തേഡ് എല്ലാവരും ശരിയല്ല. അപ്പോൾ ഇതിൽ നമ്മളെപ്പോഴും നോക്കേണ്ടത് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഒരു അസറ്റ് അലോക്കേഷൻ വേണം. നമ്മുടെ ടോട്ടൽ അസറ്റിൽ എത്ര ഭാഗം റിയൽ എസ്റ്റേറ്റ് കൊടുക്കണം, എത്ര ഭാഗം ഗോൾഡിൽ കൊടുക്കണം, എത്ര ഭാഗം FD പോലത്തേൽ കൊടുക്കണം, എത്ര ഭാഗം ഇനി സ്റ്റോക്കും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വേണം. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും നല്ലൊരു ആള് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അയാൾക്കൊരു ബിസിനസ് വേണം. ഏത് നമ്മുടെ നാട്ടിലത്തെ നല്ല കാശുകാരൻ നോക്കിയാലും അങ്ങേർക്ക് ഒരു ബിസിനസ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ആ ബിസിനസ്സിൽ നമുക്കൊരു പാർട്ട്ണർ ആവാൻ കിട്ടുന്ന ഒരു ചാൻസാണ്. പക്ഷെ നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ്സും നല്ല ബിസിനസ്സൊന്നും അല്ല. ഇപ്പോൾ ശരിക്കും ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ബിസിനസ് ലിസ്റ്റഡ് ബിസിനസ്സാണ്. എന്ന് വെച്ചാൽ സക്സസ് ആയിട്ടുള്ള ബിസിനസ് അതിൽ വരത്തുള്ളൂ. പിന്നെ അതിലും നമ്മൾ പഠിക്കാൻ അവസരമുണ്ട്. ഡാറ്റകൾ കറക്റ്റ് ഡാറ്റ കിട്ടും നമുക്ക്. അത് വെച്ചിട്ട് നമ്മൾ ഏതാണോ നല്ല വലിയ കമ്പനികൾ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യണം. അതും ഒരു അസറ്റായിട്ട് കാണാൻ. നമുക്ക് അദാനിയായിട്ടും അംബാനിയായിട്ടും പാർട്ണർഷിപ്പ് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ? കറക്റ്റ്. അപ്പോൾ ആ ഒരു ചാൻസിൽ ഡെഫിനറ്റ്ലി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നോ ക്വസ്റ്റ്യൻ, ഡെഫിനറ്റ്ലി. പക്ഷേ ആ ബിസിനസ് എന്ന് വെച്ചാൽ നമുക്ക് അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഉള്ളത്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണത് നല്ലതാണ്. ഇനി നമുക്കത് നോക്കി ചെയ്യാൻ അറിയില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ സഹായത്തോടെ ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി ചെയ്തു തരും. അതിൽ കൂടെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ തന്നെ ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിൽവറിലൊക്കെ ആണെങ്കിൽ നമുക്ക് എത്രമാത്രം സിൽവർ നമ്മൾ വീട്ടിൽ വാങ്ങി വയ്ക്കും, പ്രായോഗികമല്ല. അപ്പൊ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ സ്വർണ്ണം വെച്ചാലും വീട്ടിൽ വെച്ചാൽ മനസ്സമാധാനമില്ല. അപ്പം അതും അതിൽ മേക്കിംഗ് ചാർജസ് ഇല്ല, സ്റ്റോർ ചെയ്യാനുള്ള ചാർജസ് ഇല്ല. അപ്പോൾ അങ്ങനെ കുറേ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഫെയർലി ഡീസെന്റ് അസറ്റ് ക്ലാസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്യാഷ്, FD, പിന്നെ ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ ഡെഫിനറ്റ്ലി വേണം. കമ്മോഡിറ്റി ആയിട്ട് ഗോൾഡും സിൽവറും നമ്മുടെ അടുത്ത് വേണം. ഡെഫിനറ്റ്ലി റിയൽ എസ്റ്റേറ്റ് വേണം. റിയൽ എസ്റ്റേറ്റ് നമ്മൾ തരംതിരിക്കണം. അത് സ്വന്തം ആവശ്യത്തിനാണോ, അതാണ് ഈ നമ്മുടെ അസറ്റ് അല്ല, അത് നമ്മുടെ ഉപയോഗിക്കുന്ന സാധനം, ഉപയോഗിക്കുന്ന കാര്യം. അതേമാതിരി തന്നെ ഇക്വിറ്റിയിൽ നമുക്കൊരു പാർട്ടിസിപ്പേഷൻ വേണം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും മിനിമം ഒരു നമ്മുടെ അസറ്റിൻ്റെ ഓരോരോ പെർസെൻറ്റേജ് നമുക്ക് ഉണ്ടാവണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് തന്നെ ഓരോരോ ആവശ്യങ്ങളും നമ്മൾ തരംതിരിച്ചിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പോൾ അതായത് ഒരു ട്രീറ്റ്മെന്റ് പെട്ടെന്ന് വന്നാൽ എമർജൻസി ഫണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. അങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് ബേസിക് ആയിട്ട്. അപ്പോൾ അതിലൊരു വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ അവിടെ ഗവൺമെന്റ് ജോലിക്കാർ വളരെ തുച്ഛമായ ശതമാനമാണ്. അവർ ഭാഗ്യവാന്മാരുമാണ് നമ്മൾ നോക്കുമ്പോൾ. സ്വാഭാവികമായിട്ടും മലയാളി ഗവൺമെന്റ് PSC പഠിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പ്രധാനമായിട്ടുള്ളൊരു മുന്നിലിരിക്കുന്ന സംഭവം. ഗവൺമെന്റ് ജോലിക്കാരാവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ആദ്യം ശ്രമിക്കുന്നത്. പരാജയപ്പെട്ടോണ്ടാണല്ലോ ഈ പരിപാടിയൊക്കെയായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആൾക്കാര് എത്രമാത്രം ഈ പെൻഷൻ സ്കീമുകൾ, അതായത് നമ്മുടെ ഒരു ജീവിതത്തിൽ ഇപ്പൊ എല്ലാവരും നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരുപാട് പണം മക്കളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ. എനിക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷന് പൈസ മുടക്കുന്ന പാരന്റ്സ് ഉള്ളത് കേരളത്തിലാണ്. കാരണം ഒരു CBSE സ്കൂളിൽ പോകണമെങ്കിൽ മാസം ഒരു 6,000-7,000 രൂപ മിനിമം ചെലവുണ്ട്. ഇപ്പോഴത്തെ ഒരു ഞാൻ പറഞ്ഞ എറണാകുളം പോലത്തെ ഒരു സ്ഥലത്ത് അത് പലയിടത്തും കുറച്ച് കുറവുണ്ടായിരിക്കാം. നമ്മൾ കുട്ടികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവനവനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു ത്യാഗം എല്ലാ കാലത്തും നമ്മൾ ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മലയാളി എന്ന് പറയുന്നത്. നേരത്തെ യൂറോപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അവർ ഇൻഡിവിജ്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പെൻഷൻ ആവുമ്പോൾ പലപ്പോഴും ഈ മക്കള് എന്നെ നോക്കിയില്ല, മക്കളിൽ നിന്ന് ഞാൻ ഇതല്ല കരുതിയത് എന്ന് പറയുന്ന ഒരു അവസരം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു. ഇവരൊരു പെൻഷൻ ഫണ്ട് മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ പെൻഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് മാറ്റി വെച്ചിരുന്നെങ്കിൽ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നതാണ്, നമ്മുടെ ഈ ഒരു വാർദ്ധക്യ കാലത്തിലേക്ക് പോകുമ്പോൾ ജീവിതം സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് സത്യത്തിൽ ഒരു പെൻഷൻ
സ്കീം നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു ഫണ്ട് മാറ്റി വെക്കുക, അതിനൊരു റവന്യൂ കിട്ടുന്ന ഉറപ്പാക്കുക. നമ്മൾ പലപ്പോഴും അതല്ല ചെയ്യുന്നത്. അതിൽ കൂടുതൽ പൈസ മറ്റു പലതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഇത് ശരിക്കും ഇതൊരു ലൈഫ് സ്കില്ല് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പറയുന്നില്ല. അത് എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. അപ്പം ഇതിൻ്റെ ഒരു ഡെഫിനറ്റ്ലി ഇതിനൊരു കോച്ചിൻ്റെ ഒരു ആവശ്യമുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ഒരു കോച്ച് ഉണ്ടാവും, ഒരു ഹയർ സ്റ്റാൻഡേർഡിലേക്ക് വരണമെങ്കിൽ. അപ്പോൾ ഇത് വേറൊരു സെക്കൻഡ് തേർഡ് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ബെനിഫിറ്റ് ഡെഫിനറ്റ്ലി കിട്ടും. നമ്മൾ കുറേ ഓവർ സൈറ്റ് ഉണ്ടാവും നമ്മുടെ കുറേ കാര്യങ്ങൾ. ഈവൻ നമ്മൾ ചില ടൈമിൽ എല്ലാ പൈസ ഉണ്ടാവും, പക്ഷെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടതിനേക്കാളും മുന്നേ തന്നെ അസറ്റ് മൊത്തം ട്രാൻസ്ഫർ ചെയ്യും. ദെൻ നമ്മൾ ബാങ്ക്രപ്റ്റ് ആവുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഈ റിട്ടയർ അവർ അധ്വാനിച്ചുണ്ടാക്കാത്ത മുതലായതുകൊണ്ട് അവർക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവും. പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ അവർക്ക് സാഹചര്യങ്ങളാവാം ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ ഈ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് പ്രൊഡക്റ്റ് ഒന്നുമില്ല. അത് നമുക്ക് ഏതാണോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഗാമ്പിൾ നടക്കുന്ന കാര്യം വെച്ചാൽ റിട്ടയർമെന്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് വരും. ആ പ്രൊഡക്റ്റിന് ആക്ച്വലി റിട്ടയർമെന്റിന് വേണ്ട ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർമെന്റ് ടൈമിൽ ഫ്ലെക്സിബിലിറ്റി പ്ലസ് ഇൻകം പ്ലസ് വെൽത്ത് ക്രിയേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെ സിമ്പിൾ സാധനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഒരാളുടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിനതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരാളുടെ തിങ്കിങ് വേറെ ആയിരിക്കും, ഒരാളുടെ റിക്വയർമെൻറ്റ് വേറെ ആയിരിക്കും, ഒരാളുടെ ആസ്പിറേഷൻസ് വേറെ. ഇതെല്ലാം ഇപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് റിട്ടയർമെൻറ്റ് കിട്ടണമെങ്കിൽ എനിക്ക് ആഗ്രഹം, എനിക്ക് വേൾഡ് ടൂറും പോകണം, എനിക്ക് മനസ്സമാനായിട്ട് ജീവിക്കാൻ വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൻ്റെ രീതികൾ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ചില ആൾക്കാരെ കുറിച്ച് വെച്ചാൽ എനിക്ക് ഒരു ഫാമിംഗ് നടത്തണം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോസ് ആയിട്ടുള്ള ബിസിനസ് നടത്തണം. അപ്പോൾ ഇതിനെല്ലാത്തിനും ഓരോരോ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതിനെപ്പോഴും ഡെഫിനറ്റ്ലി ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെ സഹായം എടുക്കുക, ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് സഹായം എടുക്കുക, എന്നിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകുള്ളൂ. പലപ്പോഴും ഒരു നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു ഏജൻറ്റ് വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് പിച്ച് ചെയ്യും. ഈവൻ അതിന് പകരമായിട്ട് എൻ്റെ ആവശ്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് ചോദിക്കുമോ, എനിക്ക് ക്രോസിൻ്റെ നല്ല പാരസെറ്റമോളിൻ്റെ വേറെ വേരിയേഷൻ തന്നെയാണ്, അത് ചോദിക്കത്തില്ല. ഇല്ലില്ല. അതിന് പകരം നമ്മൾ പോയിട്ട് സറണ്ടർ ചെയ്തിട്ട് ഇരുന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ആൾ ചോദിക്കുക എന്തൊക്കെയാണ് വിഷയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയും എനിക്ക് ഇവിടെ വേദനയുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ ചോദിക്കും, ചിലപ്പോൾ വീട്ടുകാരുടെ അടക്കം ഡീറ്റെയിൽസ് ചോദിക്കും. ഡോക്ടറോടും വക്കീലിനോടും കാണിക്കുന്ന മര്യാദ പലപ്പോഴും വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് ഉണ്ടാവില്ല. അതുണ്ടാവില്ല എന്ന് വെച്ചാൽ അത് തെറ്റാണെന്നല്ല പറഞ്ഞത്, അങ്ങനെ ഒരു സംസ്കാരം നമുക്കില്ല. കാരണം അതിൻ്റെ ഒരു റിക്വയർമെന്റ് ഉണ്ടെന്നുള്ളത്. പിന്നെ ഇതിനിടയിൽ തന്നെ പലപ്പോഴും ഇതിലുള്ളൊരു കാര്യമുണ്ട്, ഇതൊരു പ്രൊഫഷണൽ ജോലിയാണ് ഈ ഒരു വിഷയത്തിൽ. അതിന് പകരം ഒരു സെയിൽസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ നമ്മുടെ ആൾക്കാരുടെയും ഒരു പ്രത്യേകത വെച്ചാൽ 4 പ്രാവശ്യം സാറേന്ന് കയറി വിളിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരുമ്പോൾ 4 ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ബിസിനസ് കൊടുക്കല്ലേ. കാരണം ഗിഫ്റ്റ് വാങ്ങണത് സാറ് വാങ്ങണത് എല്ലാത്തിലും അവർ പ്രൊഡക്റ്റിൽ നമുക്ക് തരും. അല്ല, അതൊരിക്കലും ഒന്നും ഫ്രീ ഇല്ല. ദർ ഈസ് നത്തിങ് ഫ്രീ. അപ്പോൾ അതിന് പകരം ഒരു പ്രൊഫഷണൽ സർവീസാണ് പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ദെൻ യു നീഡ് ടു ബി ട്രാൻസ്പെറൻറ്റ് വിത്ത് ദാറ്റ് പേഴ്സൺ. എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വരണ കുറേ സെറ്റപ്പ് ഉണ്ടാവും, ലാഭം കിട്ടണം നോക്കട്ടെ. ഇത്രയും നാൾ ലാഭം തന്ന അടുത്ത കൊല്ലം ഉണ്ടാവില്ല. നീ പോൺസി സ്കീമിലേക്ക് ആൾക്കാർ പെട്ടുപോകുന്നത് പല കാരണങ്ങളും. അത് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് 10 ലക്ഷം രൂപ വാങ്ങിച്ചു, അവരോട് പറയുന്നത് നിങ്ങൾക്കൊരു മാസം 1 ലക്ഷം രൂപ വെച്ചിട്ട് ലാഭം തരുന്നു. സ്വാഭാവികമായിട്ടും 3 മാസം കൊടുക്കുമ്പോൾ ഈ 10 ലക്ഷം വാങ്ങിച്ച ആൾ 10 പേരോട് പറയും, അതായത് അവന് 10 രൂപ കൊടുത്തപ്പോൾ 1 ലക്ഷം വെച്ച് തന്നൂട്ടാ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഇയാൾ തന്നെ ഒരു 10 പേരെ കൊണ്ടു കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും വീണ്ടും ഇവിടെ ഇവര് പുറത്തുനിന്ന് കാശിനായിരിക്കും നമുക്ക് തരുന്നത്, അല്ലാതെ ബിസിനസ് നല്ല അത് വരുന്നത്. അപ്പൊ അത് വലിയൊരു ഈ ആൾക്കാർ ടൂത്ത് പേസ്റ്റ് വിറ്റിട്ടും ബ്രഷ് വിറ്റിട്ടും അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ ഷാമ്പു വിറ്റിട്ടൊക്കെ ഇത്രമാത്രം പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ഇന്ന്? അപ്പൊ ഇതിന് എന്റെ ഫാദർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ചില ടൈമിൽ ചില സാധനങ്ങൾ ഭയങ്കര കുറവിന് തരാന്ന് പറയുമ്പോൾ അച്ഛൻ ചോദിക്കുന്നവരോട് ഇത് അവര് വല്ല ഉണ്ടാക്കുമോ? കാരണം അപ്പൊ അച്ഛൻ ചോദിക്കുന്ന ചോദ്യത്രേ ഉള്ളൂ, അവരുണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ അവർക്ക് ആ ബിസിനസ് നിലനിൽക്കില്ല. അത് ഞങ്ങളുടെ നാട്ടിലെ കോടയപ്പറമ്പർ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് പറയുന്നൊരു തമാശയുണ്ട്, അതിലാഭം കണ്ടോടത്ത് ഓടിക്കോടാൻ മാത്തൂത്. അത് ശരിയാ, അത് ഭയങ്കര ഏറ്റവും വലിയ. അപ്പൊ നമുക്കിപ്പോ മാർക്കറ്റിൽ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് 40% 30% തരാൻ തുടങ്ങി, അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനേ പാടില്ല. കാരണം അത്രയൊരു ബിസിനസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചത്. അല്ല, ചിലപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യണമെങ്കിൽ ഉണ്ടാവും. പക്ഷെ ആ ബിസിനസ് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ചിലപ്പോൾ ലാൻഡ് മറച്ചു വിറ്റ് ചിലപ്പോൾ ഡബിൾ ഉണ്ടാക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് ആ ബിസിനസ് അറിയാം. പക്ഷെ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ ഫണ്ട് കൊടുത്തിട്ട് നമ്മൾ തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്ക് തരാൻ പറ്റില്ല.
അത് കാരണം വെച്ചാൽ എല്ലാ പറമ്പും ഡബിൾ അതുപോലെ ആവണമെന്നില്ല, അതിനൊരു ടൈം ആയിരിക്കില്ല, ബയസ് ടൈം ആയിരിക്കില്ല, ബയസ് ടൈമിലായിരിക്കും വാങ്ങിയിരിക്കും. എല്ലാ കച്ചവടവും 100% നടക്കുന്നില്ല റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണെങ്കിൽ. പക്ഷെ ഓവറോൾ അദ്ദേഹം ഒരു മാന്യമായിട്ടൊരു 50% റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഏസ് എ കസ്റ്റമർ നമ്മൾ ഒരാളുടെ പൈസ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അതെ അതെ, തീർച്ചയായിട്ടും. ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും സംസാരിച്ചത്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കണം എന്നാണല്ലോ പറഞ്ഞത്. അതായത് നമ്മൾ ലാൻഡിൽ ഇത്ര ലിക്വിഡിറ്റി ഉള്ള ഫണ്ട് ഇത്ര, നമ്മളെന്താ പറയുക, ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഷുറൻസ്. നമ്മൾ പലപ്പോഴും ഇൻഷുറൻസ് കാണുന്നത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള വഴിയായിട്ടാണ് ഇൻഷുറൻസ് കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം അതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അല്ലെ? നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ വന്നിട്ട് ഭീകരമായ പൈസ. ഒരു മാർക്കറ്റിംഗ് ടൂൾ ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മാത്രമല്ല, ഏറ്റവും കൂടുതൽ കമ്മീഷനുള്ള ബിസിനസ് പറഞ്ഞ ഇൻഷുറൻസ് ബിസിനസ്, സ്റ്റാർട്ടിങ് ഫ്രം അമേരിക്ക. അപ്പോൾ അവിടെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ നല്ല സെയിൽസ്മാൻമാരെ സൃഷ്ടിച്ചേക്കുന്നത് ഇൻഷുറൻസ് കമ്പനികളാണ്, സെഗ്മെന്റിലാണ്. അപ്പോൾ അത് കാരണം വെച്ചാൽ അവരുടെ കമ്മീഷൻ അത്രയാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇവര് ഓടിപ്പോയിട്ട് ആൾക്കാരെ വിറ്റ് ക്യാൻവാസ് ചെയ്തിട്ട് അത് മരണ ഭീതി എല്ലാവരിലും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും. പക്ഷെ അതിൽ നല്ല കമ്മീഷൻ കിട്ടുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാവരും നല്ല കമ്മീഷൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പക്ഷെ ഇപ്പൊ ആൾക്കാർ മാറി ചിന്തിക്കുന്നുണ്ടോ? കാരണം പുറമേക്ക് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ടേം ഇൻഷുറൻസിലേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്നുള്ളത് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഒരാള് മന്ത്ലി അയാൾക്ക് ഒരു വർഷം ഒരു ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആൾക്ക് വരുന്ന നഷ്ടം വെച്ച് നോക്കുമ്പോൾ അതിന്റെ 10% ടൈം ഇൻഷുറൻസിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് 10 ലക്ഷം കിട്ടുന്നിടത്ത് അത് 1 കോടി കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലല്ല, ഇതിലത്തെ ഒരു വിഷയം പറഞ്ഞാൽ ടൈം ഇൻഷുറൻസിനും ഉള്ള ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടൈം ഇൻഷുറൻസ് എടുത്ത് നമ്മൾ 10 കൊല്ലം അടച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചില്ല എന്ന് നോക്കിയാൽ നമ്മൾക്ക് നഷ്ടമായിരിക്കും. അതിനൊരു മരിച്ചു കളയാൻ തോന്നും. അല്ല, മരിക്കാൻ കളയില്ല. ഒരു സന്ദർഭത്തിൽ നമുക്ക് കോൺഫിഡന്റ് ആവും, ഇത് നഷ്ടമല്ലേ വേണമെന്ന്. അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. പക്ഷെ അതല്ല ടൈം ഇൻഷുറൻസിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ മെഡിക്കൽ ഇൻഷുറൻസിന് സെയിം ഉണ്ടാവാറുണ്ട്. നമ്മൾ 10 വർഷം അടയ്ക്കുന്നു, നമുക്കൊന്നും പറ്റില്ല. മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അല്ല, ഈ ടൈമിലത്തെ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ നമുക്ക് ടൈം നമുക്ക് ആവശ്യം ഉള്ളപ്പോൾ എടുക്കണം. നമുക്ക് ഇപ്പോൾ കല്യാണത്തിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടുകാർക്കും നമ്മൾ വലിയ ബ്രെഡ് വിന്നർ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഇൻഷുറൻസ് ആവശ്യമില്ല. പക്ഷെ ആ ടൈമിൽ എടുത്താലുള്ള ഗുണം വെച്ചാൽ കുറച്ച് പ്രീമിയത്തിൽ നമുക്ക് കിട്ടും. പിന്നെ കുട്ടികളൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുമ്പോൾ നമുക്ക് ടൈം ഇൻഷുറൻസ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ നമ്മൾ ഓരോ റെസ്പോൺസിബിലിറ്റി കുറയുമ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, കുട്ടികളുടെ PG കഴിഞ്ഞു, ഇനി കല്യാണം കഴിഞ്ഞു, പിന്നെ നമുക്ക് റിട്ടയർമെന്റ് മാത്രമേ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ എന്നുള്ള ടൈമിൽ ചിലപ്പോൾ നമുക്ക് ഇൻഷുറൻസ് വേണ്ടാത്തൊരു സിറ്റുവേഷൻ വരെ മരിച്ചതിന് ശേഷം ജീവിക്കുന്നില്ലല്ലോ. ഇല്ലല്ല. അപ്പൊ പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞല്ലോ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാന്യമായിട്ടുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ സ്പൗസിനുള്ള പൈസ അവിടെ ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ ടൈം ഇൻഷുറൻസ് അടയ്ക്കുന്നത് നിർത്താം. അപ്പോൾ ടേം ഇൻഷുറൻസ് എന്താണെന്ന് പോലും പലർക്കും അറിയില്ല. അപ്പൊ ഞാനൊരു സംഭവത്തിന് സംസാരിക്കുമ്പോൾ, ഒരു ബിസിനസ്സുകാരനായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയ കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് ഈ ഇൻഷുറൻസിൽ അങ്ങനെ പരിപാടി ഉണ്ടോ, നമുക്ക് 5 കോടിക്കൊക്കെ ഇൻഷുർ ചെയ്യാൻ പറ്റുമോ? അത് വലിയൊരു ഫിഗർ ആവില്ലേ? ഈവൻ ടൈം ഇൻഷുറൻസും ടൈം ഇൻഷുറൻസ് എന്താണെന്ന് ലളിതമായി ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ അതുപോലെ. സത്യം പറഞ്ഞ കാറിനൊക്കെ ഇൻഷുറൻസ് എടുക്കാൻ തന്നെ നമുക്കൊരു ചെറിയ പ്രീമിയത്തിൽ ഭീമമായിട്ടുള്ള പൈസയ്ക്ക് നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും. നമ്മൾ മരിച്ചാൽ മാത്രമേ പൈസ എടുത്തുള്ളൂ. അതെ, അല്ല നമ്മൾ അടച്ച പൈസ ഒരിക്കലും തിരിച്ച് നമുക്ക് കിട്ടാം. അടച്ച പൈസ തിരിച്ചു കിട്ടുന്നുണ്ട്, തിരിച്ചു കിട്ടാത്തതുണ്ട്. ഞാൻ തിരിച്ചു കിട്ടാത്തതിനെ പറ്റി ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കാർ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ 1 കൊല്ലത്തേക്കാണ് അതിൻ്റെ ടൈം. എന്നിട്ട് ആ ടൈമിൽ കാർ ഇടിച്ചു കഴിഞ്ഞാൽ മാത്രമേ റിപ്പയറിനുള്ള കാശുള്ളൂ. സെയിം എഫക്റ്റ് ഇവിടെ നടക്കുന്ന കാര്യം. അപ്പം നമ്മൾ പിന്നെ അടുത്ത കാര്യം വെച്ചാൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിലുള്ള പോലെ തന്നെ ഇവൻ ഇതിലും ഹെൽത്ത് ഇൻഷുറൻസ് പിന്നെ ഇതിലും നമ്മളെപ്പോഴും എല്ലാ വർഷവും അസസ് ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ നമ്മുടെ ഓരോ വർഷവും നമ്മുടെ ലയബിലിറ്റികൾ കൂടാൻ ചാൻസ് ഉണ്ട്, ലയബിലിറ്റികൾ കുറയാൻ ചാൻസ് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ വേണമെങ്കിൽ ഇതിലും മാറ്റാം, വാല്യൂ മാറ്റാം. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് വരാം. ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പം മലയാളിയുടെ പ്രധാനമായിട്ടുള്ള സംഭവം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കുടുംബം കുളം തോണ്ടെന്ന് പറഞ്ഞ അവസ്ഥ വരുന്നത് ഏതെങ്കിലും ഒരു അസുഖം വന്നൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ്. ഇപ്പൊ പല്ലുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ പോലും ഇപ്പോൾ വലിയൊരു തുകയാണ് വരുന്നത്. കാരണം നമ്മൾ ഒരുപാട് ഹെൽത്ത് കോൺഷ്യസ് ആയതിനോടൊപ്പം തന്നെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഇപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ ഓൺ ചെയ്യുന്ന അവസ്ഥ വന്നിട്ടുണ്ട്, അല്ലേ? അതിപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കാണുന്നതാണ്. ലീഡിംഗ് ആയിട്ടുള്ള ഇവിടുത്തെ പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ വലിയ വലിയ അമേരിക്കൻ കമ്പനികളുടെ കയ്യിലേക്കാണ് ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ എക്സ്പെൻസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന ജനങ്ങളെക്കാൾ കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ ഇതായിട്ടുള്ളതാണ്.
അപ്പൊ ഈ മെഡിക്കൽ ഇൻഷുറൻസ് അതിനുവേണ്ടി എത്ര ശതമാനം ആൾക്കാർ ഇപ്പൊ നിഖിലിന്റെ അടുത്ത് വരുന്ന ആൾക്കാരിൽ എത്ര പേര് അത് സത്യത്തിൽ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നവരുണ്ട്? ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്നവർക്ക് നന്നായിട്ട് എടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ അടുത്ത് വരുന്ന ഒട്ടുമിക്കവരും ഇത്തിരി ഫിനാൻഷ്യലി അവയർനെസ് ഉള്ള ആൾക്കാരാണ്. കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. കാരണം ഞാൻ ഈ പറഞ്ഞത് കൂടുതലും പോസിറ്റീവ് ആയിരിക്കും. കാരണം അത് ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്നത് കാരണം ഇപ്പൊ നമ്മുടെ തന്നെ ഇപ്പൊ വീഡിയോ ഒരു 7 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അത് 3 വർഷമൊക്കെ കണ്ടിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇതൊക്കെ ബേസിക് സാധനങ്ങൾ, അതൊക്കെ മിക്ക ആൾക്കാരും ചെയ്ത്. എനിക്ക് തോന്നുന്നത് മലയാളിക്ക് ഒരു സാമ്പത്തിക വിദ്യാഭ്യാസം ആവശ്യമുണ്ട്. ഇപ്പൊ ഗുജറാത്തിനെ സംബന്ധിച്ച് ഞാനൊരു വ്യവസായിയായിട്ട് സംസാരിച്ചപ്പോൾ അവർ വീട്ടിൽ അത് സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ വീട്ടിൽ ജനിച്ച അന്നോട്ടെ അവരെ പഠിപ്പിക്കുന്ന ഒരു സാമ്പത്തിക വിദ്യാഭ്യാസമുണ്ട്. അതായത് പണം ഉണ്ടാക്കേണ്ടത് എങ്ങനെ, പണം എങ്ങനെ കൊടുക്കണം, എങ്ങനെ വാങ്ങണം, ബിസിനസ്സിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള സാധനം. മലയാളിയെ സംബന്ധിച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവം നമ്മള് കൃത്യമായിട്ടൊരു നമുക്കൊരു സബ്ജക്റ്റ് ഇല്ല. 10ാം ക്ലാസ് വരെയുള്ള സബ്ജക്റ്റിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. പിന്നീടാണ് നമ്മൾ +2 പഠിക്കുന്നത്, എക്സാമിന് വേണ്ടിയിട്ടാണ്. ശരിക്കും മലയാളിക്ക് ഒരു സാമ്പത്തിക വിദ്യാഭ്യാസം, അതായത് ഒരു ഫിനാൻഷ്യൽ ഇതിനെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ സത്യത്തില് ഇപ്പൊ യൂട്യൂബും സംഭവങ്ങളൊക്കെയാണ് കൂടുതലും കൊടുക്കുന്നത്. പക്ഷെ അതിൽ ഭൂരിഭാഗം ആൾക്കാരും മിസ്ലീഡിങ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ വളരെ കുറഞ്ഞ ആൾക്കാർ, നിഖിലിനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ഇതിന്റെ പ്രശ്നം ഇന്നതാണ്, ഇതിന്റെ പോസിറ്റീവ് വശം എങ്ങനെയാണെന്നുള്ള രീതിയിൽ പറയുന്നത് കണ്ടിട്ടുള്ളത്. പലരും എന്താണെന്ന് വെച്ചാൽ ഈ പൂരപ്പറമ്പിൽ വന്നിട്ട് മുച്ചീട്ട് കളി പോലെയാണ് പറയുന്നത്. ഇത് വെച്ചാൽ നാളെ എത്രയെന്ന് പറയുന്ന രീതിയിൽ ഇപ്പൊ മാർക്കറ്റ് വീണ് കിടക്കുകയാണ്. അല്ലാതെ ഇപ്പൊ അത്ര ആൾക്കാരെ തള്ളിച്ച വളരെ കുറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഒന്ന് അനങ്ങിയാൽ ഇത്ര ഒരുപാട് ആൾക്കാർ വരും. ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കിയയാൾക്കാൾ കൂടുതൽ പോയവരാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അവരൊക്കെ ഇത്തരം ഓരോരോ അന്ധവിശ്വാസങ്ങളുടെ പുറത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ ചോദിച്ചു വരുന്ന ചോദ്യം എന്താ വെച്ചാൽ, ഇത് 2 ഉത്തരം വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ചോദിച്ചു വരുന്ന ചോദ്യം എന്താ വെച്ചാൽ, ഒരാൾക്ക് കിട്ടുന്ന പൈസ വേറൊരാളെ നഷ്ടപ്പെടുന്ന പൈസയല്ലേ ഇതില് സ്റ്റോക്ക് മാർക്കറ്റില്? അങ്ങനെ അത് ട്രേഡിങ്ങിലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ട്രേഡിങ്ങിൽ ഏകദേശം അങ്ങനെ തരാം. ലോങ് ടൈമിൽ ഇൻവെസ്റ്റിങ്ങിൽ അതിൽ ആ കമ്പനിയുടെ ലാഭമുണ്ട്, അതിനനുസരിച്ച് അതിന്റെ വാല്യൂ കൂടുന്നതും ഒരു സിറ്റുവേഷൻ. ഇത് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ നമ്മളെല്ലാവരുടെയും വിചാരം ഇതെന്തോ ഭയങ്കര ലാഭം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ്, ഇതൊരു ഗാംബ്ലിംഗ് പ്ലേസ്. ഇപ്പൊ പലരും പറയും സ്റ്റോക്ക് മാർക്കറ്റ് എന്ത് പറഞ്ഞാലും ഗാംബ്ലിംഗ് ആണെന്നുള്ളത്. അത് ശരിക്കും എനിക്കത് കേൾക്കുമ്പോഴേ വിഷമമാണ്. കാരണം അതിനർത്ഥം എനിക്കൊന്നും ഒരു വീഡിയോ പിടിച്ചിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അർത്ഥം. ആ ഒരു ഉത്തരത്തിൽ നിന്ന് തന്നെ പറഞ്ഞാൽ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഓൾഡ് കമ്പനികൾ പറഞ്ഞാൽ ടാറ്റയുടെ കമ്പനികളൊക്കെ പറഞ്ഞാൽ ടാറ്റ സ്റ്റീൽ പോലത്തെ കമ്പനികളൊക്കെ എടുക്കുകയാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് പോലത്തെ കമ്പനി, അല്ലെങ്കിൽ മാരുതി എടുക്കുകയാണ്, അല്ലെങ്കിൽ ഏഷ്യൻ പെയിന്റ്സിന് ITC എടുക്കുകയാണ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കാലങ്ങളിൽ മുന്നേ തുടങ്ങിയ കമ്പനികളാണ്. ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടു, എന്നിട്ട് അത് എത്രയോ കസ്റ്റമേഴ്സിനെ സർവ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കി, അതിൽ നിന്നൊരു ഡിവിഡൻഡ് കൊടുത്തു. ആ ഡിവിഡൻഡ് കണ്ടിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇതിന്റെ വാല്യൂ കൂടുകയാണ്. അപ്പോൾ അങ്ങനെ എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ എന്താണ്, ഈ പ്രൈസ് കണ്ടിട്ട് ഈ പ്രൈസിന് നല്ലതാണല്ലോ, ഇത് ഇന്ന് വാങ്ങിയിട്ട് എനിക്ക് നാളെ വിൽക്കണം. അപ്പോൾ അങ്ങനെ വരും. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ നമ്മളത് ചെയ്യണേ എന്തുകൊണ്ടാണ്? നമുക്ക് ഇതിന്റെ പ്രൈസ് കൂടി കിട്ടുന്നുള്ള ഒരു ആർത്തിയുടെ പേരിലല്ലേ. ഇനി പെട്ടെന്ന് താഴെ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മൾ വിൽക്കണം എന്താ? നമുക്കൊരു പേടിയുടെ പേരിലല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങണ കമ്പനി നമുക്ക് ബാലൻസ് ഷീറ്റ് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഭാര്യയുടെ തരടിക്കും എന്തോ അവരെ ഉപേക്ഷിക്കാത്തത്. കാരണം നമുക്കറിയാം ഈ ഭാര്യ നമ്മുടെ ലൈഫിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്, അല്ലേ? ആൻഡ് ഹൗ ലോയൽ ഷീ ഈസ് എന്നറിയാം, ഹൗ മച്ച് ഷീ ലവ് അസ് എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? തീർച്ചയായിട്ടും. ഈ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ചിക്കോടാ. അല്ലെ നമ്മളത് ആലോചിച്ച് നോക്കുക, ഈ ഫിയറിന്റെ പേരിൽ അയൽവക്കത്തെ ചേച്ചിനെ കണ്ടിട്ട് നമ്മുടെ ഭാര്യനെ ഉപേക്ഷിക്കണമെങ്കിൽ ഈ സെയിം സാധനം തന്നെയല്ലേ മാർക്കറ്റിൽ നടക്കുന്ന കാര്യം. അതിനടുത്ത് നമ്മൾ നമ്മുടെ ഭാര്യനെ മനസ്സിലാക്കിയിട്ടുള്ളതിന്റെ പേരിൽ നമുക്ക് അവിടെ കൂടെ വെക്കാൻ പറ്റുന്നത്. അതേപോലെ നിങ്ങൾ കമ്പനിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പേടിയുണ്ടാവും. എനിക്ക് അതിനോട് എക്സാമ്പിൾ നല്ലതാണെന്നുള്ളത്. പക്ഷേ അപ്പോൾ ഈ പറഞ്ഞ ഗ്രീഡിനെയും ഈ പറഞ്ഞ ഫിയറിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതല്ല ഇതിന്റെ ഏറ്റവും വലിയ വിഷയം. അതോടൊപ്പം തന്നെ ഈ വാങ്ങിയ സാധനം നമ്മളിപ്പോൾ ഒരു പറമ്പ് വാങ്ങണമെങ്കിൽ എത്രമാത്രം നമ്മൾ തപ്പി നോക്കും, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കണേക്കാളും എത്ര പ്രാവശ്യം നമ്മൾ ആൾക്കാരെയൊക്കെ ഒപ്പീനിയൻ എടുക്കും. ഇതേമാതിരി നമ്മൾ ആ കമ്പനി വാങ്ങണേക്കാളും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എടുത്തിട്ടില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ കമ്പനിയുടെ ഒപ്പം നമ്മൾ ജീവിച്ചിട്ടില്ല. നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതിൻ്റെ പേരിലല്ലേ നമ്മുടെ ഈ ഗ്രീഡും ഫിയറും നമ്മളെ എഫക്ട് ചെയ്യണത്. ഇത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ പ്രൈസ് അല്ല നോക്കേണ്ടത്, അത് വാങ്ങണേക്കാളും മുന്നുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ഞാനിപ്പോൾ ഈ കമ്പനികളൊക്കെ പറഞ്ഞ വെറും എൻ്റെ ഒരു ഉദാഹരണങ്ങൾ മാത്രമുണ്ട്, റെക്കമെൻഡേഷനേ അല്ല.
ഇപ്പം നമ്മൾ രാജേഷ് സിംഗ് വരെ പോലത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര ഷെയർ വാങ്ങി വിറ്റിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് ശരിക്കും റിച്ചാക്കിയത് ടൈറ്റാൻ മാത്രമല്ലേ, വേറെ ഉണ്ട്. അതെ ടൈറ്റാനിലെ ലോങ് ടേം അപ്പൊ ആ ടൈറ്റാൻ എന്ന് പറഞ്ഞ കമ്പനി ആരാണ് പ്രൊമോട്ടർ എന്ന് നോക്കാനും അതിന്റെ പ്രൊഡക്റ്റ് റേഞ്ചുകൾ നോക്കാനും ആൾക്കാർക്ക് ആ പ്രൊഡക്റ്റ് കൊണ്ടുള്ള ഉപയോഗം മനസ്സിലാക്കാനും അദ്ദേഹത്തിനുണ്ടായ കഴിവല്ലേ ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ എത്ര പ്രാവശ്യം മുകളിലേക്കും താഴേക്കും പോയിട്ടുണ്ടാവും, എന്നിട്ട് അദ്ദേഹം വിട്ടോ. ഇപ്പൊ അദ്ദേഹം ഇനി വേറെ കമ്പനികൾ പറഞ്ഞെങ്കിൽ ക്രിസിൽ പോലത്തെ കമ്പനികൾ ഇതൊക്കെ അദ്ദേഹത്തിന് ഇപ്പൊ ഓരോരോ ഞാൻ ഇതൊക്കെ വേറെ വെറും എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്, അല്ലാണ്ട് ഇതൊന്നും ഒരിക്കലും റെക്കമെൻഡേഷൻ ഇല്ല. നാളെ കമ്പനിയൊന്നും ചിലപ്പോൾ ഇനി താഴെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്, മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ആ ലെവലിൽ നോക്കിയിട്ട് കമ്പനികൾ നമ്മൾ വാങ്ങുന്നുണ്ടോ? അങ്ങനെ വാങ്ങണമെങ്കിൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതൊരിക്കലും ഒരു സ്പെക്കുലേഷൻ അല്ല അത്, അങ്ങനെ നോക്കിയിട്ട് ചെയ്യണമെങ്കിൽ. ആൾക്കാര് ഇൻട്രാഡേ ഒറ്റ ദിവസം കൊണ്ട് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇൻട്രാഡേയിലൊക്കെ പറ്റും, എത്ര പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഒരു സൈഡിൽ വരുന്ന ഒരു സൈഡിൽ പോകുന്നു, അത് നമ്മൾ എക്സ്പെർട്ട് ആണെങ്കിൽ ചെയ്യണമെന്നല്ല, അതിനടുത്ത് നമ്മൾ ആ ജോലി ചെയ്യണമെന്നല്ല അതിന്റെ അർത്ഥം. അതെ അതൊരു പണിയായിട്ട് എടുക്കണം. അതായത് കാൻഡിൽസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ വെരി ഗുഡ്. അതും ശരിക്കും നമുക്ക് എപ്പോഴും പറ്റിപ്പോണ കാര്യം വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡെയിലി ഇരുന്ന് ചെയ്യേണ്ട പണിയുണ്ട്, അതാണ് ട്രേഡിങ്. നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കേണ്ട പണിയുണ്ട്, അതാണ് ഇൻവെസ്റ്റിംഗ്. അത് രണ്ടാണ് മനസ്സിലാക്കുക. രണ്ടാണ്. ഇപ്പൊ ഞാനൊരു ബ്രോക്കറാണ്, പറമ്പ് വാങ്ങുന്ന ബ്രോക്കറാണ് ഞാൻ, സ്റ്റോക്ക് ബ്രോക്കറുമാണ്. പക്ഷെ പറമ്പ് വാങ്ങുന്ന ബ്രോക്കറാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചിലപ്പോൾ ഒരു പറമ്പിന് കൊണ്ടിട്ട് ഞാൻ അഡ്വാൻസ് കൊടുക്കണ്ടോ, എന്നിട്ട് നിങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തൊരു പറമ്പുണ്ട് നല്ലതാണ്, നിങ്ങൾക്ക് ഞാൻ മറച്ചു വെക്കും. അപ്പൊ ഞാൻ ആ പറമ്പ് പോലും വാങ്ങുന്നില്ല, എന്നിട്ടാ മറച്ചു വെക്കണം. അപ്പൊ എന്റെ കഴിവാണ് ഈ പറഞ്ഞ 6 മാസത്തിനുള്ളിൽ ഇതിനൊരു വാല്യൂ ഉണ്ടാക്കുന്നത്, മറച്ചു വെക്കാൻ. ഇനി അത് എന്നെ കൊണ്ട് മറച്ചു വെക്കാൻ പറ്റില്ലെങ്കിൽ എനിക്കെങ്കിലും ഫണ്ട് റേസ് ചെയ്തത് വാങ്ങാനുള്ള കഴിവുണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ അത് വിറ്റൊഴിവാക്കും. അതല്ലേ അതാ ബ്രോക്കർ. ആ ബ്രോക്കർ ഈ പറഞ്ഞ കാര്യത്തിനിടെ എത്രമാത്രം ഓടിയെടുക്കുന്നുണ്ട്, എത്രമാത്രം പണിയെടുക്കുന്നുണ്ട്, അയാളുടെ അധ്വാനത്തിന്റെ കൂലിയാണത്. അത് അതിനർത്ഥം അദ്ദേഹം ആ മാർക്കറ്റിന് അവെയറാണ്, ആ ഫണ്ട് കൈവയ്ക്കാനുള്ള കഴിവുണ്ട്. അതെ. അപ്പൊ ഇത് നോക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ട്രേഡേഴ്സ് മാർക്കറ്റിൽ. പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പണം എങ്ങനെ വിനിയോഗിക്കണം? അല്ലെ, പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഷുഡ് സ്പെൻഡ്. നിങ്ങളുടെ സന്തോഷത്തോടെ സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ ചില ടൈമിലൊക്കെ ഞാൻ ചില ആൾക്കാരെ കാണുന്നുണ്ട്, 10 ലക്ഷം രൂപ ശമ്പളമുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് ഇപ്പോഴും ഡൗട്ടാണ് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഇതൊക്കെ 2 ലക്ഷം 1 ലക്ഷത്തിലൊക്കെ അവർ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ സേവ് ചെയ്ത് വയ്ക്കുന്നുണ്ടാവും. സേവ് ചെയ്തിരുന്നത് വെറുതെ സേവിങ്സ് അക്കൗണ്ടിലൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ടാവും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടൊക്കെ. അപ്പോൾ അവരോടൊക്കെ ചിലരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ശമ്പളത്തിനുള്ള ജീവിതം നിങ്ങൾ ജീവിക്കുന്നില്ല, കുറച്ചും കൂടി. ഞാൻ വീഡിയോയിൽ പറഞ്ഞ മാതിരിയല്ല, 1 to 1 ക്ലൈന്റിനോട് സംസാരിക്കുമ്പോൾ യാത്ര പോകണം, നാട് കാണണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഞാൻ എൻ്റെ റിട്ടയർമെന്റിൽ യാത്ര ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ കുട്ടി 5 വയസ്സുള്ളപ്പോൾ അയാളുടെ കൂടെ ചിലപ്പോൾ ഡിസ്നി വേൾഡിൽ പോണതും വയസ്സായിട്ട് പോകുന്നത് നമ്മൾ വ്യത്യാസം. അപ്പൊ നമുക്ക് അതിനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോകണം. അത് കടമെടുത്ത് പോയെന്നുള്ളൂ ഇതിൽ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ കൊച്ചിയിൽ തന്നെ ചായക്കട നടത്തിയിരുന്നത് ദമ്പതികള്, അവർ എത്രയോ രാജ്യങ്ങൾ കണ്ടു എന്ന് പറയുന്നത്. വിജയൻ ചേട്ടന്റെ ഭയങ്കര അപ്പൊ അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ, നമുക്കൊരു ഹാപ്പിനെസ് ഒരു അടിച്ചുപൊളിക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവണം, അത് ചിലവാക്കിയേ പറ്റൂ. പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ ജീവിതം, പിന്നീടുള്ള ജീവിതത്തിനെ അവരെ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നാണ് നിഖിലിന് തോന്നുന്നത്?